ഈ ബിസ്ക്കറ്റിനകത്ത് തന്നെ വായിച്ചായിരുന്നോ ആന്റിബയോട്ടിക്? വായിച്ചായിരുന്നോ? ഒരു ബിസ്ക്കറ്റിനകത്ത് പോലും ആന്റിബയോട്ടിക്കാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ ആഹാര സാധനങ്ങളിനകത്തും പ്രിസർവേറ്റീവ് ചേരുന്നു. അതാണ് നമ്മൾ മാറ്റേണ്ടുന്നത്. വിരുദ്ധാഹാരങ്ങളോ ഇറച്ചി, മട്ടൻ, മീൻ ഇത് കഴിക്കില്ല. ഉഴുന്നിന്റെ കൂടെ പഞ്ചസാര പറ്റിയ ശർക്കര പറ്റിയല്ല. ഉഴുന്നിന്റെ കൂടെ നല്ലെണ്ണ പറ്റിയല്ല. നല്ലെണ്ണ ചുട്ടല്ലേ നമ്മൾ ദോശ ഉണ്ടാക്കുന്നത്. കണ്ട, ഇതാണ് രസം. ഇതെവിടെയാ രസം? ഉഴുന്നിന്റെ കൂടെ നല്ലെണ്ണ പറ്റിയല്ല. പുളിച്ച വർഗങ്ങളുടെ കൂടെ പാല് പറ്റിയല്ല. അപ്പൊ ഷാർജ ഷേക്ക് അറിഞ്ഞു? താനി വിഷം അല്ല, ഇഡ്ഡലിക്കകത്ത് വരുന്നില്ലല്ലോ. ചായ വേറെയാണ്. ചായ ഇഡ്ഡലി നമ്മൾ പുളിപ്പിക്കുന്നു. പുളിച്ചമ അല്ല, അവിടെല്ല, അതല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. ചായയുടെ ഇഡ്ഡലിയുടെ ഉഴുന്നിന്റെ കൂടെ ശർക്കര, പുളിച്ച വർഗത്തിലൂടെ പാൽ. അപ്പൊ പഴത്തിന്റെ കൂടെ പാല് പറ്റിയല്ല. ആർക്കെങ്കിലും ഒരേ സംഭവം. അതെ, അവിടെ വരുമ്പോഴാണ് ഇത് രസം വരുന്നത്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും കൂടെ ഒരുമിച്ച് കഴിച്ചുകൂടാ. ചൂട് ചോറിന്റെ കൂടെ തണുത്ത ചൂടാക്കരുത്. തണുത്ത സാധനം ചൂടാക്കരുത്. അപ്പോ ഫ്രിഡ്ജിനകത്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്ത് ചൂടാക്കിയാൽ അത് വിഷം. അപ്പൊ എവിടെ ചെന്നാ ചെന്ന് ശരിയാവും. അപ്പൊ അതാണ് പ്രശ്നം. ഇത് അല്ല, നിങ്ങൾ ഈ പണ്ട് ഈ പരിപാടി ഇല്ലായിരുന്നല്ലോ. ഇപ്പൊ നിങ്ങൾ മാവ് വരെ അരച്ച് മേടിച്ചോണ്ട് വരുമല്ലേ? അതെ, ടൈമില്ലാതെ ഞാൻ ചെയ്തു. ഇവിടെ പ്രശ്നം അവിടെയാണ്. അവിടെയാണ് സാർ പ്രശ്നം. അതെ, അതിന്റെ അനുഭവിക്കുന്നത്. അതിനനുഭവമുള്ളതിന് പിന്നെ അമ്മ പോലെ ഞാൻ മനസ്സിലായോ? അനുഭവമാണത്. അതൊന്നും ഞാൻ പറ്റില്ല. കാരണം പണ്ട് ഇതൊന്നും ഇല്ലാതെ ഒരു കുഴപ്പമില്ലായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു. നിങ്ങൾ അമ്മിക്കല്ലിന്റെ തെറ്റാൻ പറഞ്ഞ കാര്യങ്ങൾ ഇരിക്കാൻ പറ്റുമോ? അമ്മിക്കല്ലിന്റെ ഉപയോഗം അറിയാമോ? അറിയോ അമ്മിക്കല്ല് എന്താന്ന്? ആഴ്ച 2 ദിവസമെങ്കിലും അമ്മിക്കല്ലിൽ അരച്ച് തിന്നട്ടെ, സംഭവം മാറും. ആഴ്ച 2 ദിവസമെങ്കിലും. എന്തേ നിക്ക് അമ്മിക്കല്ല് വരട്ടെ. ആദ്യം അമ്മിക്കല്ല് വരട്ടെ. നോക്ക്, നിങ്ങൾ കന്മദം കേട്ടിട്ടുണ്ടോ? കന്മദം സർവരോഗ സംഹാരി. അത് അലോപ്പതിക്കാരനും ഹോമിയോക്കാരനും ആയുർവേദക്കാരനും പ്രകൃതിക്കാരനും എല്ലാവരും ഒരുമിച്ച് സമ്മതിക്കുന്നത് 102 മൂലകങ്ങളുള്ള ഒരേ ഒരു സാധനം കന്മദം. ആർക്കും കഴിക്കാം, സർവരോഗ സംഹാരി. സാധനപ്പം കിട്ടുന്നില്ല, എങ്ങനെ മേടിച്ച് കഴിച്ചാലേ. അത് ഉണ്ടാക്കുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം, ശുദ്ധി ചെയ്യണം, എന്നാലേ ശരിയാവുള്ളൂ. അല്ലെ കിഡ്നി എപ്പോൾ അടിച്ചു പോയെന്ന് ചോദിച്ചാൽ. കാരണം ലോഹാംശങ്ങളാണ് മൊത്തം കയറുന്നത്. അതുകൊണ്ട് ഹാർഡ് മെറ്റൽസുകളാണ്. എപ്പോഴും ഓർത്ത് വെച്ചോളൂ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്തു? അമ്മ നേരം വെളുത്ത് രാവിലെ വൈകിട്ടും ഉച്ചയ്ക്കും അരയ്ക്കുമായിരുന്നു. അരയ്ക്കുമ്പോ ഒരു 10 കൊല്ലം കഴിയുമ്പോൾ ഒരു കുഴി ഉണ്ടാവുമായിരുന്നു അമ്മിക്കല്ലിനകത്ത്. ആ പാറപ്പൊടിയെല്ലാം എന്ത് ചെയ്തു? ആ പാറപ്പൊടി എന്ത് ചെയ്യേ? ഉള്ളിപ്പോയി. അതാ കന്മദം. കന്മദം എന്ന് പറയുന്നതാണ് പാറ ഉരുകി വരുന്ന ലാഭ ശുദ്ധിയായിരുന്നു കന്മദം. ആ കന്മദം നാച്ചുറലായിട്ട് വീട്ടിൽ കിട്ടിക്കൊണ്ടിരിക്കുമായിരുന്നു. അത് മാറ്റിയിട്ട് എന്ത് വന്നു? അത് അനുഭവിച്ചല്ലേ പറ്റുള്ളൂ. റൂല് പോയി. അമ്മിക്കല്ല് തിരിച്ചു വന്നാൽ പിള്ളേർക്ക് വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ആ ലോഹം, നമുക്ക് ഈ മഗ്നീഷ്യം, സിങ്ക് ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ മൂലകങ്ങൾ കുറേച്ച് വേണം. മനസ്സിലായോ? അതൊക്കെ ഇതിനകത്തുനിന്ന് കിട്ടിക്കൊണ്ടിരിക്കുവായിരുന്നു. ആഹാരം ഇപ്പോഴാണ് രുചി. അത് നിങ്ങൾ പറഞ്ഞു ഞാൻ സമ്മതിക്കില്ല. ആഹാരത്തിന് ഇപ്പോഴാണ് രുചി. കാരണം അടിപൊളി സാധനമല്ലേ കിടക്കുന്നത്. ഈ സാധനമായിട്ട് ഏത് ടേസ്റ്റാണ് ഉണ്ടാകാത്ത? എവര് കൊണ്ടുപോയി ടേസ്റ്റ് മൊത്തവും. ഇപ്പൊ നിങ്ങൾ വീട്ടിൽ വെക്കുന്ന ആഹാരത്തിന് ടേസ്റ്റ് ഇല്ല, കടയിലെ ഹോട്ടലിലെ സാപ്പാടിനാ ടേസ്റ്റ്. ഇപ്പൊ വീട്ടിലെ പെണ്ണുങ്ങൾ തന്നെ വിചാരിക്കുന്നുണ്ട് ഇന്ന്